സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ന്യൂസ് കേരള TVMയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇവിടെ ഗൾഫിൽ ആവശ്യമില്ലാത്ത ഒരു യുദ്ധം തുടങ്ങി വെച്ചത് ഇസ്രയേലിന് വേണ്ടി അമേരിക്കയാണ്. അമേരിക്കയ്ക്ക് യാതൊരു കാരണവും ഇല്ലാതെ ഇറാനെ കയറി ആക്രമിക്കുകയാണ് ചെയ്തത് ഇസ്രയേലിന് വേണ്ടി. കാരണം ഇസ്രയേലിൻ്റെ നിലനിൽപ്പ് അപകടത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അല്ലെങ്കിൽ അണ്വായുധം നിർമ്മിക്കാൻ ആവശ്യമായ സാധനങ്ങളെല്ലാം റെഡിയാക്കി ഇറാൻ വെച്ചിരിക്കുന്നു, അത് നിർത്തലാക്കണം, അണ്വായുധം ഉണ്ടാക്കാൻ പാടില്ല, ചർച്ചയ്ക്ക് അവരെ വിളിക്കുന്നു. അവർ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവർ കോപ്പ് കൂട്ടുകയാണ്. എന്തിന്? ഇറാനെ ആക്രമിക്കാൻ. അതായത് വഞ്ചനയും ചതിയിലൂടെയുമാണ് സമാധാനത്തിനുള്ള ശ്രമങ്ങൾ നടത്തുകയും മൂന്നാമത്തെ രാജ്യങ്ങളെ കൊണ്ടുവന്ന് ഇറാനെ വിളിപ്പിച്ച് ഇങ്ങനെ സമാധാന ചർച്ചകളും അതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഒരേ സമയം തന്നെ അമേരിക്കൻ പടക്കപ്പലുകൾ നേരെ ഗൾഫിലേക്ക് വരികയാണ്. അപ്പോൾ അവർ എല്ലാം കാലേ കൂട്ടി തീരുമാനിക്കും. കാരണം ഈ വഞ്ചനയും ചതിയെന്ന് പറയുന്നത് യഹൂദന്മാരും അമേരിക്കയും ചെയ്യുന്ന പ്രവൃത്തികളാണ്. അവർ ലോകത്ത് അങ്ങനെ ചെയ്തിട്ടുള്ളൂ. വിശ്വസിക്കാൻ പാടില്ലാത്ത രണ്ട് വർഗമാണ് ഈ അമേരിക്കക്കാരും പാശ്ചാത്യ ശക്തികളും യഹൂദന്മാരും. കാരണം അത് മുൻപേ ഇങ്ങനെ തന്നെയാണ്. പല രാജ്യങ്ങളും വെട്ടിപ്പിടിക്കുകയും പല രാജ്യങ്ങളിലും അക്രമങ്ങൾ നടത്തുകയും സാധാരണ ജനങ്ങളെ കൂട്ടക്കൊല ചെയ്യുകയും ചെയ്യുന്ന അവരുടെ ഒരു വിനോദം പോലെയാണ്. അപ്പോൾ ആ വിനോദത്തിന് നിന്ന് കൊടുക്കാൻ ഇറാനെ കിട്ടിയില്ല. അവർ വിചാരിച്ച ഒരു 4-5 ദിവസം കൊണ്ട് ഇറാനെ നമുക്ക് കാലിയാക്കി കളയാം, നമ്മൾ അവിടെ വിജയിക്കും, അവിടെ ഭരണമാറ്റമാണ് ഞങ്ങളുടെ ലക്ഷ്യം, ഭരണത്തെ ഞങ്ങൾ മറിച്ചിട്ട് ഞങ്ങൾ പോവുള്ളൂ എന്നാണ് അമേരിക്ക വീമ്പിളക്കിയത്. അതിൻ്റെ കൂടെ ഇസ്രയേലും. അപ്പോൾ ഇസ്രയേലിൻ്റെ സുരക്ഷിതത്വം മാത്രമാണ് അമേരിക്കയുടെ ലക്ഷ്യം. അതേസമയം അമേരിക്കയുടെ സഖ്യകക്ഷികളും അമേരിക്കയുടെ ചായ്വുള്ളവരുമായ അമേരിക്കയുടെ നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്യുന്ന ഗൾഫ് രാഷ്ട്രങ്ങളെപ്പോലും വെറുപ്പിച്ചുകൊണ്ടാണ് ഈ യുദ്ധം തുടങ്ങി വെച്ചത് അമേരിക്ക. അമേരിക്ക എന്ന് പറഞ്ഞാൽ അമേരിക്കൻ സെനറ്റോ അമേരിക്കൻ കോൺഗ്രസോ അമേരിക്കൻ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരല്ല ചെയ്തത്. ട്രംപ് എന്ന് പറയുന്ന ഒരു വിഡ്ഢിയാണ്. അയാളൊരു വട്ടനാണ്, മുഴുവട്ടനാണ്. കാരണം അയാളുടെ പ്രവൃത്തികളെല്ലാം ആലോചിക്കാതെ ചെയ്തു കൂട്ടുന്നതാണ്. അപ്പോൾ അമേരിക്കയെ സാമ്പത്തികമായി തകർക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ ഈ യുദ്ധം കൊണ്ട് അവർക്ക് അവിടെയുള്ള ജനങ്ങൾക്ക് നേരിടുന്നത്. അമേരിക്കയിലെ ജനങ്ങൾ കൊടുക്കുന്ന ഈ പൈസ എന്ന് പറയുന്നത്, നികുതിപ്പണം എന്ന് പറയുന്ന ഇസ്രയേലിന് വേണ്ടി ചെലവഴിക്കേണ്ട കാര്യം എന്താണ്? അതിൻ്റെ ആവശ്യം എന്താണ്? ഇസ്രയേലിൻ്റെ നിലനിൽപ്പ് അമേരിക്കയുടെ പ്രശ്നമല്ലല്ലോ. എങ്ങനെയായാലും ശരി, തുടങ്ങി വെച്ച യുദ്ധത്തിൽ നിന്ന് തടിയൂരാൻ വേണ്ടി ട്രംപ് പാടുപെടുകയാണ്. ആദ്യമേ കെട്ടിവലിച്ചുകൊണ്ട് പോയി എബ്രഹാം ലിങ്കനെ, വലിയ പടക്കപ്പൽ, ലോകത്തിലെ ഏറ്റവും വലിയ പടക്കപ്പലും വിമാനവാഹിനിയൊക്കെ ആയതിനെ ഇസ്രയേലിലും കണ്ട കൊണ്ടുപോയിട്ടിരിക്കുകയാണ് ഏതാ വഴിയിൽ. അപ്പോൾ അതുപോലെ ഇതിൽ നിന്ന്, ഈ യുദ്ധത്തിൽ നിന്ന് എങ്ങനെ തടിയൂരാമെന്നാണ് ഇപ്പോൾ അമേരിക്കയ്ക്ക് എന്ന് പറയുന്നത്. ഇതുപോലെ ഒരു നാണക്കേടുണ്ടായ ചരിത്രമില്ല. അപ്പോൾ എന്തായാലും ശരി, ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഇവിടെ കാട്ടിക്കൂട്ടുന്ന, ഇപ്പോൾ ഈ മിഡിൽ ഈസ്റ്റിൽ കാട്ടിക്കൂട്ടുന്ന ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കുന്നതിന് ആരും അനുകൂലിക്കില്ല. കാരണം ഞങ്ങളെല്ലാം ഇവിടെ വന്ന് ജീവിക്കുന്നെന്ന് പറയുന്നത് ഈ ഗൾഫ് രാഷ്ട്രങ്ങളിലെ ജോലിയും അവിടെയുള്ള പണവും കൊണ്ടാണ് നമ്മളെ വീടും കുടുംബവും നമ്മളെ നാടും ഒക്കെ മെച്ചപ്പെട്ടു വരുന്നത്. അപ്പോൾ അതിനെ തകർക്കുന്ന ഒരു രീതിയിലുള്ള ഇതിന് ഈ ഇറാൻ കൂട്ടുനിന്നാൽ നമുക്ക് ഇറാനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ലല്ലോ യാതൊരു കാരണവശാലും. നമ്മൾ ഇപ്പോൾ സൗദിയിൽ ജീവിക്കുന്നതെങ്കിൽ സൗദിക്ക് വേണ്ടി നമ്മുടെ ജീവൻ വിലയേർപ്പിക്കും. അതിലൊന്നും യാതൊരു മാറ്റമല്ല. നമ്മൾ ഇവിടെ നിന്ന് ഓടിപ്പോയെന്നില്ല. ഏത് യുദ്ധം വന്നാലും ശരി ഇവിടെ തന്നെ കഴിയും. ഇവിടെ കഴിഞ്ഞുകൊണ്ട് ഈ രാജ്യത്തിന് വേണ്ടി പോരാടി മരിക്കാനാണ് ഞങ്ങൾ തയ്യാറെടുത്തിരിക്കുന്നത്. അതിലൊന്നും യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല. പക്ഷേ ഈ ചെയ്തതെന്ന് പറയുന്നത് അമേരിക്ക കാണിക്കുന്ന തെമ്മാടിത്തരത്തിന് നമുക്ക് കൂട്ടുനിൽക്കാവില്ല. ഇസ്രയേൽ ചെയ്യുന്ന തെമ്മാടിത്തരങ്ങൾക്ക് നമുക്ക് കൂട്ടിയിരിക്കാൻ, അതിന് നമ്മൾ യെസ് പറയുകയില്ല. ചെയ്യുന്ന തെമ്മാടിത്തരങ്ങൾക്ക് അവർ തന്നെ മറുപടി പറയണം. ഇപ്പോൾ ഈ 170 പെൺകുട്ടികളെ, സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികളെ കൂട്ടക്കൊല ചെയ്തുകൊണ്ടാണ് യുദ്ധം തുടങ്ങി വെച്ചത്. നമ്മളൊന്ന് മനസ്സിലാക്കണം. അപ്പോൾ അവരെന്ത് ചെയ്തിട്ടാണ്? എന്തായിരുന്നു ഇവിടെയുള്ള പ്രശ്നം? ഇവിടെ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്തത്. എന്തായാലും ശരി, ഈ യുദ്ധം അവസാനിച്ച് കിട്ടാൻ വേണ്ടി എല്ലാവരും ആഗ്രഹിക്കുന്നു. ഏത് രാഷ്ട്രം, ഇപ്പോൾ നാറ്റോ ആയിരുന്ന അമേരിക്കൻ്റെ സഖ്യകക്ഷികളാണ് നാറ്റോ എന്ന് പറയുന്നത്.
അതുപോലെ അല്ലാത്ത രാഷ്ട്രങ്ങളായിരുന്നാലും ശരി, ഈ യുദ്ധം കൊണ്ട് ആരും ഒന്നും നേടില്ല എന്ന് ഞാൻ നേരത്തെ ആദ്യമേ ഞാൻ വീഡിയോ ചെയ്തപ്പോഴേ പറഞ്ഞു. കുറച്ച് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടാം, നിരപരാധികളായവർ കൊല ചെയ്യപ്പെടാം, ചിലർക്ക് കയ്യും കാലും അംഗഭംഗം വരുന്ന കുറെ ആൾക്കാരുണ്ടാവും, കുറെ പട്ടാളക്കാരുണ്ടാവും. അല്ലാതെ എന്താണ് നേടുന്നത്? ആരും ഒന്നും നേടില്ല. യുദ്ധം കൊണ്ട് എന്ത് നേടാൻ? ഒന്നും നേടാനോ കഴിയില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്തായാലും ശരി, യുദ്ധം അവസാനിച്ച് കാണാം നമ്മളെല്ലാവരും. അതായത് ജനങ്ങൾ, ദൈവവിശ്വാസികളായ ജനങ്ങളും ഈ ലോകത്ത് സമാധാനം കാക്ഷിക്കുന്ന ജനങ്ങളും ആഗ്രഹിക്കുന്ന യുദ്ധമേ പാടില്ല. എന്തിനാണ് യുദ്ധം? ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാം. സത്യസന്ധമായ ആത്മാർത്ഥതയോടുകൂടി ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് സംസാരിച്ച് തീർക്കാവുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളൂ ഈ ലോകത്ത്. അല്ലാതെ എന്താണ്? ആരും ഒന്നും എടുത്തിട്ട് പോകാൻ ഒക്കില്ലല്ലോ. ഇപ്പൊ ഇവിടെ പ്രശ്നമെന്ന് പറയുന്നത് ഇസ്രയേലിന്റെ നിലനിൽപ്പ്. ശരി, ഇസ്രയേൽ നിൽക്കേണ്ടെന്ന് ആരും പറയുന്നില്ലല്ലോ. ഇസ്രയേലും ഫലസ്തീനും എന്ന് പറയുന്ന രണ്ട് രാജ്യങ്ങളായിട്ട് നിലനിൽക്കട്ടെ. എത്രയോ പ്രാവശ്യം എഗ്രിമെന്റുകൾ ഉണ്ടാക്കിയതാണ് UN നേതൃത്വത്തിലും അമേരിക്കന്റെ നേതൃത്വത്തിലും. ആ ഒരു കടലാസിന്റെ വില പോലും ആ മഷി ഉണങ്ങുന്നതിന് മുമ്പേ ലംഘിച്ചവരാണ് ഈ യഹൂദന്മാര്. അപ്പൊ അവരെ നമുക്ക് വിശ്വസിക്കാനൊക്കില്ല. അപ്പൊ വേണ്ടതെന്ന് പറയുന്നത് ഇസ്രയേലിനെ നിലയ്ക്ക് നിർത്തണം. അതായത് രണ്ട് രാഷ്ട്രങ്ങളായിട്ട് ഇസ്രയേലും ഫലസ്തീനും എന്ന് പറയുന്ന രണ്ട് രാഷ്ട്രങ്ങൾ സൗഹൃദമായിട്ട് കഴിയട്ടെ. എന്ത് കുഴപ്പം? ഇപ്പൊ പാകിസ്ഥാൻ എന്ന് പറയുന്നത് പണ്ട് ഇന്ത്യയിലായിരുന്നു, ബംഗ്ലാദേശ് ഇന്ത്യയിലായിരുന്നു, 3 രാജ്യങ്ങളായി വിഭജിച്ചു പോയി. അതുപോലെ സോവിയറ്റ് യൂണിയൻ, USSR എന്ന് പറയുന്ന യുണൈറ്റഡ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്സ് എന്ന് പറയുന്ന USSR എത്രയോ കഷണങ്ങളായി പോയി. അവിടെയൊന്നും ഒരു പ്രശ്നമില്ല. ഇപ്പോൾ യുദ്ധം നടക്കുന്നത് എന്താണ്? ഉക്രൈനും റഷ്യയും തമ്മിലുള്ള എത്ര വർഷമായി യുദ്ധം നടക്കുന്നത്? അപ്പൊ അതിന്റെ കാരണക്കാരനും അമേരിക്ക തന്നെയാണ്, നാറ്റോ തന്നെയാണ്. അപ്പൊ ഈ പാശ്ചാത്യ ശക്തികൾ തന്നെയാണ്. യഹൂദന്മാരും പാശ്ചാത്യ ശക്തികൾ ഒരു വശത്തും ബാക്കിയുള്ള രാജ്യങ്ങളും അങ്ങനെ തന്നെയാണ് ഇവിടെ യുദ്ധം നടക്കുന്നത്. ഈ യുദ്ധം എന്ന് പറയുന്ന ഏത് യുദ്ധം ഒഴിവാക്കാം. അതിന്റെ മൂല കാരണം അന്വേഷിച്ച് കണ്ടുപിടിച്ച് ലോക നേതാക്കളായ എല്ലാവരും കൂടെ കൂടിയിരുന്ന് ചർച്ച ചെയ്ത് അതിനുള്ള പരിഹാരം ഉണ്ടാക്കാമല്ലോ. മനുഷ്യൻ വിചാരിച്ചാൽ നടക്കാത്ത കാര്യങ്ങൾ എന്താണ്? അപ്പൊ അത് ഉണ്ടാക്കുന്നതിന് പകരം യുദ്ധം ഉണ്ടാക്കാൻ പോയാൽ അതുകൊണ്ട് ആരും ഒന്നും നേടില്ല. ഇപ്പൊ നെതന്യാഹു എന്ന് പറയുന്ന അയാൾ മരിച്ചു എന്ന് പറയുന്നത്, അതായത് ഇറാന്റെ മിസൈൽ അറ്റാക്കിൽ അയാൾക്ക് മരിച്ചു എന്ന് പറയുന്നുണ്ട്. അയാള് വളരെയധികം ഗുരുതരമായ അവസ്ഥയിൽ മുറിവേറ്റ് കിടക്കുകയാണെന്നാണ് പറയുന്നുണ്ട്. എന്തായാലും ശരി, നാഴികയ്ക്ക് 40 വട്ടം വന്ന് നെതന്യാഹു പത്രസമ്മേളനമൊക്കെ നടത്തുമായിരുന്നു, ചാനലിന്റെ മുമ്പിലൊക്കെ വന്നിരുന്നത്. ഇപ്പൊ എന്തായാലും അതൊന്നും കാണുന്നില്ല. അതുപോലെ തന്നെയാണ് ഇറാന്റെ പരമോന്നത നേതാവായിരുന്നാലും അദ്ദേഹത്തിന്റെ ആദ്യത്തെ പരമോന്നത നേതാവിനെ ഇവർ മിസൈൽ ആക്രമണത്തിൽ കൊല്ലുകയും രണ്ടാമത് അദ്ദേഹത്തിന്റെ മകൻ വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരും ഇതേപോലെ ഇപ്പൊ ഒളിച്ചു കഴിയുകയാണ്. അപ്പോൾ ഇവരെന്താണ് ഇതുകൊണ്ടുള്ള എന്താണ് നേട്ടം എന്ന് പറയുന്നത്? മനുഷ്യന് ഒളിച്ചു കഴിയേണ്ട ഒരവസ്ഥ ഉണ്ടാവുന്നെന്ന് പറഞ്ഞാൽ ഭരണാധികാരികൾ അത് എങ്ങനെയാണ്? അപ്പൊ ഭരണാധികാരികളെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഭരണാധികാരികളെ നിങ്ങളെ കൊല്ലൂ. എങ്ങനെയാണ്? പിന്നെ ഈ ലോകത്ത് ഇതൊന്നും വേണ്ടല്ലോ. ലോക പോലീസ് ആവാൻ ആരും ശ്രമിക്കരുതെന്നും ഏത് പ്രശ്നങ്ങൾക്കും ചർച്ച ചെയ്ത് പരിഹാരം ഉണ്ടാക്കാമെന്നുമാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ പഠിക്കേണ്ടതും അത് തന്നെയാണ്. ഇത് ജനങ്ങൾക്കെല്ലാം, ബാക്കിയുള്ള രാഷ്ട്രങ്ങൾക്കും ഇതൊരു പാഠമാകണം. അപ്പോൾ അതുകൊണ്ട് യുദ്ധത്തിന് പോകാതെ സമാധാനമായ ചർച്ചകളിലൂടെ ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാം. ഏതിനും ഇസ്രയേൽ നിലനിൽക്കേണ്ടെന്ന് ആരും ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇസ്രയേൽ അവിടെ ഗാസയിലും മറ്റ് വെസ്റ്റ് ബാങ്കിലും ഒക്കെ ജനങ്ങളെ ഇങ്ങനെ കൊന്നു തള്ളത് കൊണ്ടാണല്ലോ ഇറാൻ പറയുന്നത് ഈ ഇസ്രയേലാണ് ലോകത്തിലെ കുഴപ്പക്കാർ എന്ന് പറയുന്നത്, ഇസ്രയേലിനെ ഇല്ലാതാക്കണമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ്. അതാ സമാധാനമായിട്ട് ജീവിക്കുന്ന ആരെങ്കിലും അറ്റാക്ക് ചെയ്യാൻ പോകും? ആരും പോകില്ല. അപ്പോൾ വംശീയ കലാപമാണ്, വംശീയമായ കൂട്ടക്കുലതയാണ്, വംശീയമായ കൂട്ടക്കുരുതിയാണ് ഇസ്രയേൽ നടത്തുന്നത്. അതിനെതിരെ ലോക മനസാക്ഷി തന്നെ ഉണരുന്നു. നമ്മള് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് സംഘപരിവാർ ശക്തികളും യഹൂദന്മാരും ഒരുപോലെയാണ്. കാരണം ഈ വംശീയ വെറിയന്മാരാണ് ഇന്ത്യ ഭരിക്കുന്നത്, അതുപോലെ തന്നെയാണ് ഇസ്രയേൽ ഭരിക്കുന്നതും. ഈ യഹൂദന്മാരെന്ന് പറയുന്നത്, ഈ ഇസ്രയേലിലുള്ള യഹൂദന്മാരിൽ ഒരു 50% പേരും സിയണിസ്റ്റുകളാണ്. അവര് എന്ന് പറയുന്നത് വംശീയമായ കൂട്ടക്കൊല നടത്താൻ ആഗ്രഹിക്കുന്നത്, അതായത് ഒരു സീസം സാഡിസമാണ് അവരെ ഭരിക്കുന്നത്. സാഡിസ്റ്റുകൾ എന്നാണ് അവർ അറിയപ്പെടുന്നത്. അതായത് മറ്റുള്ള മനുഷ്യരുടെ വേദന കാണുമ്പോൾ, അവരെ കൊന്നു തള്ളുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, അവർക്കുണ്ടാകുന്ന സന്തോഷം, അതാണ് സാഡിസ്റ്റുകൾ. അപ്പോൾ അവര് ഒരു സൈസ് അങ്ങനെ ഉള്ള മൈൻഡ് ഉള്ളവരാണ്. അപ്പോൾ ഇവരെയൊക്കെ എന്ന് പറയുന്നത് ചികിത്സിക്കുകയാണ് വേണ്ടത്, അല്ലെങ്കിൽ ചങ്ങലക്കിടണം ഇങ്ങനെയുള്ള നേതാക്കന്മാരെ വരാം.
ചങ്ങലക്കിട്ട് പിന്നെ ഇവർക്ക് മര്യാദ പഠിപ്പിക്കണം ഇവനെല്ലാം. അപ്പോൾ അല്ലെങ്കിൽ ഈ ലോകത്ത് കുഴപ്പമുണ്ടാക്കിക്കൊണ്ടിരിക്കും. എന്തായാലും ശരി, നമുക്ക് വേണ്ടത് സമാധാനമായ രീതിയിൽ ലോകത്തിലുള്ള ജനങ്ങൾ സന്തോഷമായിട്ട് സമ്പൽ സമൃദ്ധിയിൽ, ഇപ്പൊ കോടിക്കണക്കിന് രൂപയല്ലേ, കോടിക്കണക്കിന് ഡോളറല്ലേ ആയുധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി, നശീകരണ സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മനുഷ്യൻ ചെലവഴിക്കുന്നത്. അതിന്റെ കാര്യം വല്ലതും ഉണ്ടോ? അപ്പൊ എല്ലാവരും നല്ല സൗഹൃദത്തിലും സന്തോഷത്തിലുമാണ് കഴിയുന്നതെങ്കിൽ, വെറുപ്പും വിദ്വേഷവും ഇല്ലാതെയാണ് കഴിയുന്നതെങ്കിൽ, ശത്രുതയില്ലാതെയാണ് ഈ ലോകത്ത് കഴിയുന്നതെങ്കിൽ, ഈ പിന്നെ പടക്കോപ്പുകൾക്കും ഈ വിമാനവാഹിനികൾക്കും ഈ പിന്നെ നശീകരണ ആയുധങ്ങൾക്കും വേണ്ടി ചെലവഴിക്കുന്ന പണം ഈ സാധാരണ ജനങ്ങൾക്ക് കൊടുത്ത് അവർ നല്ല സുഭിക്ഷമായിട്ട് പിന്നെ അവർ കഴിയില്ലേ? അപ്പോൾ ഈ മനുഷ്യന്റെ മനസ്സിൽ എന്താണ് ഇങ്ങനെ ഈ അക്രമവാസനയും ഈ വിദ്വേഷവും വെറുപ്പും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? അതിനെപ്പറ്റി നമ്മൾ നിർബന്ധമായിട്ടും ആലോചിക്കണം. ശരിയായ ഒരു ദൈവവിശ്വാസിയാണെങ്കിൽ ഇങ്ങനെ മനുഷ്യനെ കൊല്ലാനും മനുഷ്യന്റെ വേദന കണ്ട് സന്തോഷിക്കാനും കഴിയില്ല. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി എല്ലാവരും മതപഠനത്തിൽ ഏർപ്പെടണം. ഏത് മതത്തിലായിക്കൊണ്ട് ഒരു മതവും ബാക്കിയുള്ള മതം കൊല്ലാനൊന്നും പറയുന്നില്ല. ഇപ്പൊ മുസ്ലിങ്ങളെ ഭീകരരാക്കി ചിത്രീകരിക്കുന്ന പലരും ഉണ്ട്. അങ്ങനെയാണ് ഇങ്ങനെയാണ് ഏതെങ്കിലും ഒരു ഭാഗം എടുത്ത് വെച്ചിട്ട് പിന്നെ മുസ്ലിങ്ങൾ അങ്ങനെ കൊല്ലാൻ പറഞ്ഞെങ്കിൽ എവിടെയും പറഞ്ഞിട്ടില്ല. ഖുർആൻ എന്ന് പറയുന്നത് തുറന്ന പുസ്തകമാണ്. ആർക്കും എവിടെയും എടുത്ത് നോക്കാം. ഏതെങ്കിലും ഒരു ഭാഗം എടുത്ത്, അതായത് മുസ്ലിങ്ങൾ ഒരുപാട് പിന്നെ കഷ്ടപ്പെടുത്തി വിഷമിപ്പിച്ചിട്ടുമുണ്ട് ഖുറൈശികൾ എന്ന് പറയുന്നത്. ഈ മക്കയിൽ എങ്ങനെയാണ് ഇസ്ലാം മുഹമ്മദ് നബിയുടെ കാലത്ത് പുതിയതായിട്ട് വരുന്നത്, എങ്ങനെയാണ് ഉണ്ടാവുന്നത്? അപ്പോൾ അവരെ ഏതെല്ലാം രീതിയിൽ വിഷമിപ്പിച്ചിട്ടുണ്ട്, ഏതെല്ലാം രീതിയിൽ അവരെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്, ഏതെല്ലാം രീതിയിൽ അവരെ ആക്രമിച്ചിട്ടുണ്ട്. അവർക്ക് നമസ്കരിക്കാനോ അതായത് പ്രാർത്ഥനയ്ക്ക് പോലും സ്വാതന്ത്ര്യം കൊടുത്തിരുന്നില്ല. ആ സമയത്താണ് പറഞ്ഞത്, നിങ്ങളെ ആക്രമിക്കാൻ വരുന്നെങ്കിൽ, നിങ്ങളെ കൊല്ലാൻ വരുന്നെങ്കിൽ നിങ്ങൾക്ക് കൊല്ലാം, അല്ല നിങ്ങൾ അങ്ങോട്ട് പോയി കൊല്ലാൻ പോകണ്ട എന്നാണ് പറഞ്ഞത്. അപ്പോൾ കൊല്ലാൻ പറഞ്ഞ ഭാഗം മാത്രം എടുക്കുക, അല്ലാതെ നിങ്ങളെ കൊല്ലാൻ വരുന്നെങ്കിൽ എന്നുള്ള ഭാഗം വിട്ടുകളയും. അപ്പോൾ അങ്ങനെ എടുത്താണ് ഇവിടെ ഈ മുസ്ലിങ്ങൾ അങ്ങനെ ചെയ്തില്ല ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ആരും ചെയ്യില്ല. ഒരു ലോകത്തിലുള്ള ഒരു മതങ്ങളും നന്മയും മനുഷ്യർക്ക് നന്മയല്ലാതെ പറയുന്ന മതങ്ങൾ ഏതാണ്? എല്ലാം അങ്ങനെ തന്നെയാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു സമുദായത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തെ മാത്രം ഏറ്റെടുത്ത് കുറ്റപ്പെടുത്തി പിന്നെ അവരെ പിന്നെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്താൻ ശ്രമിക്കരുത്. അപ്പൊ സത്യം പോലെ നമ്മൾ കണ്ട് എല്ലാവരും സന്തോഷത്തിലും സൗഹൃദത്തിലുമാണ് കഴിയുന്നതെങ്കിൽ എന്ത് പ്രശ്നം? അവനവൻ്റെതായ മതം അതനുസരിച്ച് ജീവിക്കാനുള്ള ഭരണഘടന നമുക്ക് മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ബുദ്ധിമുട്ട്? അപ്പോൾ വെറുപ്പും വിദ്വേഷവും കളഞ്ഞ് മനുഷ്യൻ സ്നേഹത്തിലും സന്തോഷത്തിലും സമാധാനത്തിലും കഴിയാൻ ആഗ്രഹിക്കുന്നവരെല്ലാം അപ്പോൾ നല്ല ഒരു നാളേക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നും, വെറുപ്പും വിദ്വേഷവും ഇല്ലാതാക്കി ലോകത്ത് യുദ്ധമെന്നുള്ള ആ വാക്ക് തന്നെ നമ്മൾ ഇല്ലാതാക്കി കളയണം. എന്നിട്ട് നമ്മൾ സമാധാനത്തോടെ ജനങ്ങൾ ജീവിക്കട്ടെ. അതിനുവേണ്ടി നമുക്കെല്ലാം പരിശ്രമിക്കാം. ജയ് ഹിന്ദ്, ജയ് ഭാരത്.